പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് കൾച്ചർ, അത് എനിക്ക് തോന്നുന്നു താങ്കൾ കൂടുതൽ, അതായത് ഒരു ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പരിധിയില്ലേ. ഇത് 18 മണിക്കൂർ എല്ലാ ദിവസവും അദ്ദേഹം കർമ്മനിരതനാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, കഴിഞ്ഞ ഫെബ്രുവരി 29, മാർച്ച് 1, ഈ 2 ദിനങ്ങൾ, ഇത് മോദിയുടെ ജീവിതത്തിൽ സ്ഥിരമായി നടക്കുന്നതാണ്, പക്ഷേ ആ ഒരു ദിനം പ്രത്യേകം കുറച്ച് ചർച്ചയായിരുന്നു. ഫെബ്രുവരി 29 മോദി തുടക്കം മുതൽ രാവിലെ മുതൽ അദ്ദേഹം കർമ്മനിരതനാണ്. വിവിധ പദ്ധതികൾ അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാണ്ട് പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് ഓഫീസിൽ വന്നു, മറ്റ് ഫയലുകൾ നോക്കി പ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷം ഇടയ്ക്ക് 1-2 കൂടിക്കാഴ്ചകൾ. ഒന്ന് ബിൽഗേറ്റ്സ് ആയിരുന്നു ഒരാൾ, നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ സ്ഥാപനമായ ബിൽഗേറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തി. അത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഡിഫറെൻ്റ് ആയുള്ള കാര്യങ്ങളാണ്. വീണ്ടും തിരിച്ച് ഓഫീസിൽ വരുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇടയ്ക്ക് 1-2 റാലികളിൽ അഭിസംബോധന ചെയ്യാൻ പോയി, പൊളിറ്റിക്കൽ റാലികൾ ദക്ഷിണേന്ത്യയിൽ. ഇത് ഫെബ്രുവരി 29 നടന്ന സംഭവം. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം 11 മണിക്കാണ് ഏതാണ്ട് BJPയുടെ ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തുന്നത്. അന്നൊരു വളരെ നിർണായക ദിനമാണ് BJPയെ സംബന്ധിച്ച്. കാരണം BJPയുടെ ആദ്യത്തെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന ദിനമാണ്. അപ്പോൾ അന്ന് സ്ഥാനാർത്ഥി പട്ടിക രാഷ്ട്രീയ. അപ്പോൾ അന്ന് JP നദ്ദയും അമിത്ഷായും ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ രാത്രി 11 മണിയാകുമ്പോൾ ഇദ്ദേഹം എത്തി. അപ്പം മോദിയുടെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ 11 മണിക്ക് എത്തി, ഇനിയിപ്പോൾ നോക്കണ്ടായിരുന്നു, 3-4 മണിക്കൂർ നിങ്ങളുടെ കാര്യം ഇതാണെന്നുള്ള രീതിയിൽ. അങ്ങനെ അദ്ദേഹം 11 മണിക്ക് വന്ന് ഇവർ സ്വീകരിച്ചു. പിന്നെ വളരെ നിർണായകമായ ഫസ്റ്റ് ഫേസിലാണ്, അറിയാലോ, ലിസ്റ്റാണ്, സ്ഥാനാർത്ഥി പട്ടികയാണ് ഫൈനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എല്ലാം ഉണ്ട്, സൗത്തിലൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് ഏതാണ്ട് 4.5 മണിക്കൂർ, അതായത് ഏതാണ്ട് 3-3.5 മണിക്കാണ് അദ്ദേഹം BJP ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഒന്ന് ആലോചിക്കണം, കാരണം രാവിലെ അദ്ദേഹം തുടങ്ങിയ ജോലിയാണ്. ഇതല്ല, ഇനിയുള്ള ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് 3:30 മണിക്ക്, പുലർച്ചെ 3:30 മണിക്ക്, മാർച്ച് 1 പുലർച്ചെ 3:30 മണിക്ക് പോയ മോദി 8 മണിക്ക്, അതായത് അടുത്ത ദിവസം മാർച്ച് 1 8 മണിക്ക് അദ്ദേഹം ജാർഖണ്ഡ്, ബംഗാൾ പര്യടനത്തിനായി പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിവോഷൻ, കാരണം രാജ്യത്തിന് വേണ്ടി, കാരണം അവധി അദ്ദേഹം എടുക്കാറില്ല. പിന്നെ 24 മണിക്കൂർ സത്യത്തിൽ അദ്ദേഹം ഇതിൽ തന്നെ ഇൻവോൾവ് ആണ്. പണ്ട് ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ ഈ അമേരിക്കയിലേക്കൊക്കെ പല ആളുകളും കുറ്റപ്പെടുത്തുമല്ലോ, കാരണം മോദിയുടെ വിദേശ യാത്രകൾ ആ കാലത്ത് എന്നും ഒരു കുറ്റപ്പെടുത്തലായിരുന്നു, മോദി എന്നും പുറത്തു പോകുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യക്ക് ആഗോളതലത്തിലുണ്ടായ ഒരു സ്വീകാര്യത, ഇപ്പം യുക്രൈൻ്റെ ആ ഒരു പ്രതിസന്ധിയിൽ വരെ അത് പരിഹരിക്കും, യുക്രൈൻ റഷ്യ വാർ, ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ വരെ ഇന്ത്യക്ക് ഒരു റോളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഇടപെടേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എല്ലാ മേജർ പവേഴ്സായിട്ടും എല്ലാത്ത രാഷ്ട്രങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആക്സസ്, ഗൾഫ് രാഷ്ട്രങ്ങളിലെ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയൊക്കെ നമുക്ക് അറിയാലോ. അതെ, എത്ര രാഷ്ട്രങ്ങളുടെ പരമാവധി പദവി അദ്ദേഹത്തെ ലഭിച്ചു. അപ്പം അദ്ദേഹം ഇന്ന് ലോകത്തെ എല്ലാ സ്ഥലത്തും പോയാൽ അദ്ദേഹത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിപ്പം ഈ G20 ഉച്ചകോടിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു തലത്തിൽ മോദി ഉയർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ഈ യാത്രകൾക്ക് ഇടയിലാണെങ്കിൽ പോലും അദ്ദേഹം ഈ ദീർഘദൂര യാത്രകൾ ഉണ്ടാവുമല്ലോ വിമാനത്തിൽ, അപ്പോൾ ആ സമയത്ത് അദ്ദേഹം രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഒരു കർമ്മയോഗി എന്നൊക്കെ പറയുന്ന രീതിയിൽ. തീർച്ചയായിട്ടും. അതായത് നരേന്ദ്രമോദിയുടെ പരിപാടികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോയ ചില സമയത്തൊക്കെ നമ്മളെപ്പോഴുള്ളവർ പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് എണീക്കാൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം അടുത്ത ഒരു ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഒരു റാലി നിന്നാൽ അടുത്ത ഉടനെ വടക്കേ ഇന്ത്യയിൽ അടുത്ത റാലിയിൽ പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യണം. നമുക്കാണെങ്കിൽ തലവെക്കാൻ പറ്റുന്ന അവസ്ഥയാണ്, പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ പൊതുവെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവർ മനസ്സിൽ പറയുന്നുണ്ടാവും, പക്ഷെ പുറത്തിങ്ങനെ കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. അത് എന്താ പറയാ, ഒരു ഈഗോ ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. മോദി, ഞാൻ പണ്ട് മോദിയെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇനി അത് മാറ്റുമ്പോൾ എൻ്റെ ഒരു നിലപാട് മാറുമോ എന്നുള്ള അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. പക്ഷെ ഉള്ളിൽ സമ്മതിക്കും. അല്ല, അതെനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നേതാക്കൾ ഉള്ളിൽ സമ്മതിക്കുന്ന ആളുകളാണ് എല്ലാവരും. മോദിയെ വളരെ എന്താ പറയുക, പറഞ്ഞു വരുമ്പോൾ ഇത് നമുക്ക് എന്തൊക്കെയായാലും ഈ സത്യം എപ്പോഴെങ്കിലും എത്തിരിച്ച പുറത്തു വരുമല്ലോ. അതുകൊണ്ടാണ് പലരും ഈ പറയുന്ന പല MP-മാരും കേരളത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ ഉള്ളത് അറിയാതെ പറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്. ഇവരെല്ലാം മോദിയെ കാണുമ്പോൾ ഈ കൂടിക്കാഴ്ച നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവരുടെ മുഖത്ത് ആ സമയത്ത് CPM നേതാക്കളായിക്കോട്ടെ, കോൺഗ്രസ് നേതാക്കളായിക്കോട്ടെ, ഔദ്യോഗികമായിട്ട് മോദിയെ കാണുമ്പോൾ, പിണറായി വിജയൻ ഉൾപ്പെടെ മോദിക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു, നമുക്കത് മനസ്സിലാവും ആ വായിച്ച്. കാരണം മോദി എന്നുള്ളൊരു പ്രതിഭാസത്തെ കാണുന്ന ഒരു സംഭവം തന്നെ അവരുടെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ ജനങ്ങൾക്ക്, അതായത് CM എന്ന് പറയുമ്പോൾ അദ്ദേഹം കോമൺ മാൻ എന്നാണ് പറഞ്ഞിരുന്നത്, PM ആയപ്പോൾ പ്രധാന സേവകൻ എന്നുള്ള രീതിയിലേക്ക്. ബാഗൽകോട്ടിലെ കഴിഞ്ഞ റാലി തന്നെ കണ്ടില്ല, ആ ചെറിയ കുട്ടിയുടെ ഒരു ആഗ്രഹം അദ്ദേഹം, അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അമ്മയും മോദിയുമായുള്ള ചിത്രം ഉയർത്തി കഴിച്ചപ്പം അദ്ദേഹം ആ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞിട്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നേതാവ്.